ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക്, പ്രത്യേകിച്ചും 10th പ്രിലിംസ് പോലുള്ള പരീക്ഷകൾ ഇനി വരാനിരിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. PSCയുടെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളെ നമുക്ക് 2 കാറ്റഗറിയായി തിരിക്കാം. ആദ്യം വരുന്നത് മെയിൻ പരീക്ഷകളുണ്ട്. അത് +2 മെയിൻ പരീക്ഷകൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് ഡിഗ്രിയുടെ മെയിൻ പരീക്ഷകൾ വരാനുണ്ട്. അപ്പോൾ അത്തരം പരീക്ഷകൾ എഴുതുന്നവർ പ്രിലിംസൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡായിട്ട് വരുന്ന ആളുകളാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 10th പ്രിലിംസ് പരീക്ഷയാണ്. നേരത്തെ പറഞ്ഞ മെയിൻസ് പരീക്ഷകൾ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് ആണ്. അപ്പോൾ ആ 10th പ്രിലിംസിൽ നിലവിൽ ഉൾപ്പെടുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബിവറേജസ് LDC, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS തുടങ്ങിയ പ്രധാനപ്പെട്ട തസ്തികകളാണ്. ഇതുകൂടാതെ തന്നെ വളരെ ചെറിയ അത് കൂടുതൽ വേക്കൻസികളില്ലാത്ത ചെറിയ തസ്തികകളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ യൂണിവേഴ്സിറ്റി LGSനെ കുറിച്ചും ചെറിയ ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. എപ്പോഴാണ് വിളിക്കുക, ഇതുവരെ വിളിച്ചിട്ടില്ല, എപ്പോഴാണ് വിളിക്കുക, അതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ചെറിയൊരു കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിജ്ഞാപനത്തിന് തയ്യാറാവുന്നു എന്ന രീതിയിലുള്ള വിവരം കിട്ടാൻ തുടങ്ങിയിട്ട് തന്നെ 2 മാസത്തോളമായി. കഴിഞ്ഞ ഡിസംബറിലുണ്ടായ വിജ്ഞാപനങ്ങളിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് കുറേ പേർ കാത്തിരുന്നു, നടന്നില്ല. ഫെബ്രുവരിയിലുള്ള വിജ്ഞാപനത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിലുള്ള പ്രതീക്ഷ. പക്ഷേ PSC ഏതാണ്ട് 3 ആഴ്ചത്തോളം ഈ 3ാം തരംഗ ഭീഷണിയെ തുടർന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻസ് വൈകാം. ഇനി വരുന്ന നോട്ടിഫിക്കേഷനുകൾ, പ്രത്യേകിച്ച് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായി വരുന്ന നോട്ടിഫിക്കേഷനുകൾ യൂണിവേഴ്സിറ്റി LGS ഉൾപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ 10th പ്രിലിംസിലും യൂണിവേഴ്സിറ്റി LGS ഉൾപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുകൂടാതെ ഈ പരീക്ഷ എന്ന് നടക്കും, അതായത് 10th പ്രിലിംസ് പരീക്ഷ എന്ന് നടക്കും എന്നുള്ള ചെറിയൊരു ആശങ്കകൾ നിലനിന്നിരുന്നു. PSC ചെയർമാൻ മുമ്പ് അറിയിച്ചിരുന്നത് മെയ് മാസത്തിൽ നടക്കുമെന്നുള്ളതാണ്. പക്ഷേ പരീക്ഷകൾ ചെറുതായിട്ടൊന്ന് ഡിലേ ആവുന്നുണ്ട്. ഏപ്രിൽ വരെയുള്ള പരീക്ഷാ കലണ്ടർ എത്തി. ഇനി മെയ്യിലേതാണ് വരാനുള്ളത്. അതിനിടയിൽ ഡിഗ്രി മെയിൻ പരീക്ഷകളെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 10th പ്രിലിംസ് പരീക്ഷകൾ ജൂൺ മാസത്തിലേക്ക് മാറാനാണ് കൂടുതൽ സാധ്യത. അത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. അവിടുന്ന് അങ്ങോട്ട് വൈകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂൺ മാസത്തിലായിരിക്കും മിക്കവാറും 10th പ്രിലിംസിൻ്റെ അടുത്ത പരീക്ഷകൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ PSCയുടെ പുതിയ പരീക്ഷാ ശൈലി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് പ്രിലിംസ് മെയിൻസ് അത്തരമൊരു ശൈലി വന്നതിന് ശേഷം നമുക്ക് ഒരനുഭവമുണ്ട്. അതായത് ഒരു 10th പ്രിലിംസ് കഴിഞ്ഞു. ആ 10th പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷമുള്ള 10th മെയിൻ പരീക്ഷകളും കഴിഞ്ഞു. 10th മെയിൻ പരീക്ഷകളിൽ പ്രധാനപ്പെട്ടത് LDC, LGS വിവിധ വിഭാഗങ്ങളിലേക്കുള്ളത്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ളത്, ഫീൽഡ് വർക്കർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളത്, പിന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ഇത്തരം തസ്തികകളായിരുന്നു കഴിഞ്ഞ 10th പ്രിലിംസിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത്. അതിൻ്റെയൊക്കെ മെയിൻ പരീക്ഷ കഴിഞ്ഞു. ആ മെയിൻ പരീക്ഷ കഴിഞ്ഞതിൻ്റെ റിസൾട്ട്, അതായത് ഷോർട്ട് ലിസ്റ്റ്, അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും ഒക്കെ ഇനി വരാനിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു മാതൃക നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ 10th പ്രിലിംസ് എഴുതുന്നവരുടെ പ്രശ്നം അതായിരുന്നു, അവരുടെ കയ്യിൽ കൃത്യമായൊരു മാതൃകയില്ല. PSC പുതിയ പരീക്ഷാ ശൈലിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മാതൃക അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്തരമൊരു പ്രശ്നമില്ല. ഏത് യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താലും അല്ലെങ്കിൽ PSC സൈറ്റിൽ ചെക്ക് ചെയ്താലൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും, അതിൻ്റെ ആൻസർ കീ കിട്ടും. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി പരിശീലിക്കുക. തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും ഓരോ ആഴ്ചയും കൃത്യമായി പരിശീലന സെഷനുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ഒന്ന് പരിശീലിച്ചാൽ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ പരിക്കുകളില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ PSC പരീക്ഷ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക്, PSC പരീക്ഷ പഴയ പോലെയല്ല, കുറച്ചും കൂടിയൊക്കെ നിലവാരം കൂടിയിരിക്കുന്നു, കുറച്ചും കൂടിയൊക്കെ ടഫായിരിക്കുന്നു എന്ന് പറയാം. പുതിയ പാറ്റേൺ ചോദ്യങ്ങളുണ്ടാവുന്നു, അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ ചില പ്രസ്താവനകൾ തരുന്നു,
അതിൽ ചിലപ്പോൾ 1ഉം 2ഉമാണ് ശരി, 1ഉം 2ഉം 3ഉം ശരിയാണ്, 3ഉം 4ഉമാണ് ശരി. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്തായി കൂടുതലായി വരുന്നുണ്ട്. LDC പോലുള്ള പരീക്ഷകളിൽ ഏതാണ്ട് 20ഓളം ചോദ്യങ്ങൾ ആ രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ 10th പ്രിലിംസിലും നമുക്ക് ഏതാണ്ട് അതിനടുത്തുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാനിറങ്ങുന്നവർ കൃത്യമായ ഗൃഹപാഠം ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങുക. PSC വഴി ജോലി കിട്ടാനാണ് എന്ന് വെച്ച് തുനിഞ്ഞിറങ്ങുക തന്നെ ചെയ്യണം. നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ടി എത്രത്തോളം സമയം നമ്മൾ ചിലവഴിച്ചിരുന്നുവോ അതേപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടിയും നമ്മൾ ശ്രമിക്കണം. കൈവീശി പോയി പരീക്ഷ എഴുതി തിരിച്ചു വരാം എന്നൊക്കെയുള്ള ആ ഒരു കാലം കഴിഞ്ഞു. പരീക്ഷ ഇപ്പോഴും എഴുതാൻ പറ്റും, പക്ഷേ ജോലി ലഭിക്കണമെന്നില്ല. ഭാഗ്യപരീക്ഷണ കാലങ്ങളും കഴിഞ്ഞു. അങ്ങനെയൊന്നും കറക്കി കുത്തിയൊന്നും ഇന്നത്തെ കാലത്ത് ആരും ജോലി നേടുന്നില്ല. പിന്നെ ഈ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ശൈലി നമ്മൾ പഠിക്കേണ്ടത്, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കഴിയാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ബുക്കുകളിൽ നിന്ന് കിട്ടുമോ ഒക്കെ നോക്കിയിട്ട് മാക്സിമം വിവരങ്ങൾ ശേഖരിക്കുക ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഏത് തരത്തിൽ തിരിച്ചു മറിച്ച് വന്നാലും കുറച്ചും കൂടിയൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് പറയേണ്ടതെല്ലാം ഉണ്ട്. 1/3 മാർക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്. അറിയാത്ത ചോദ്യങ്ങളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അധികം ഉണ്ടാവരുത്. പ്രിലിംസ് പരീക്ഷയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 10th പ്രിലിംസിൻ്റെ LDC ഒക്കെ വരുമ്പോൾ ഒരു 40-50 ആ റേഞ്ചിനടുത്തുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു പ്രിലിംസിൻ്റെ വന്നിരുന്നത്. മെയിൻറ്റെയിൻ വരാനിരിക്കുന്നുള്ളൂ. LGSനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഒരു 15-20 അതിനടുത്തുള്ള റേഞ്ചിലേക്ക് മാറി. എന്തായാലും LGSനെ പോലെയുള്ള 15-20 റേഞ്ചിലേക്കുള്ളൊരു കട്ട് ഓഫ് ഈ 10th പ്രിലിംസിൽ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ പല തസ്തികകളും സംസ്ഥാനതലമാണ്. ഇനി ജില്ലാതലമുള്ള തസ്തികകളുണ്ടെങ്കിൽ തന്നെ ഒഴിവുകൾ വല്ലാതെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന കട്ട് ഓഫ് തന്നെ 10th പ്രിലിംസിൽ ഏതാണ്ട് 50-നോടടുത്തുള്ളൊരു മാർക്കാണ് മിക്കവാറും വരാനും സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപാട് കറക്കിക്കുത്തി നെഗറ്റീവ് അടിച്ച് അല്ലെങ്കിൽ കുറേ ഊഹങ്ങൾ വെച്ച് എഴുതി ഒന്നും നെഗറ്റീവ്സ് കൂട്ടി മാർക്ക് കുറയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. എന്നാൽ തീരെ അറിയില്ല എന്നൊരവസ്ഥയിലും എഴുന്നേറ്റ് പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഏതാണ്ട് അത്രയൊക്കെ ചോദ്യങ്ങൾ ഒരു 50 മാർക്കൊക്കെ കട്ട് ഓഫ് വരികയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു 60 മാർക്കെങ്കിലൊക്കെ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് 50-നുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്നതാണ് ഞാൻ തെറ്റായിട്ടുള്ള ഉത്തരം എഴുതില്ല, ശരിക്കും അറിയുന്നത് മാത്രം എഴുതുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് പരീക്ഷയ്ക്ക് 30 മാർക്കുള്ള ചോദ്യങ്ങളെ അറിയുമായിരുന്നുള്ളൂ, ഞാൻ അത് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ സ്ഥിരം കാണാറുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം നെഗറ്റീവ്സ് വാങ്ങണ്ട, അതൊരു ശരി തന്നെയാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണ്. പക്ഷേ ഒരു 50 മാർക്കിനോടടുത്ത് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുള്ള ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ 30 മാർക്കോളം മാത്രം അറ്റൻഡ് ചെയ്തിട്ട് പോരുമ്പോൾ നിങ്ങളറിയണം, നിങ്ങൾ ആദ്യം തന്നെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയാണ്. 50-നോടടുത്ത് കട്ട് ഓഫ് വരുന്നൊരു കാര്യമുണ്ടെങ്കിൽ 60-നും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്തേ മതിയാകൂ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ തുടങ്ങാൻ. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കറൻറ്റ് അഫെയേഴ്സ്, ഈ അടുത്ത കാലത്തായിട്ട് PSC പരീക്ഷകളിലൊക്കെ കറൻറ്റ് അഫെയേഴ്സിന് നല്ല സ്വാധീനമുണ്ട്. കൂടുതൽ മാർക്കുകൾക്ക് പ്രത്യേകിച്ചും LDC LGS പോലെയുള്ള പരീക്ഷകൾ വരുന്നത് കൊണ്ട് തന്നെ അത്തരം തസ്തികകൾ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ കറൻറ്റ് അഫെയേഴ്സിന് പ്രാധാന്യം വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും ഒരു 20-ലും താഴെ വരുള്ളൂ, ഒരു 10 മുതൽ 20 വരെ മാർക്കൊക്കെ കറൻറ്റ് അഫെയേഴ്സിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതുകൊണ്ട് തീരെ അവഗണിക്കരുത്. 2021 പ്രത്യേകിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുക. മന്ത്രിമാരെക്കുറിച്ച്, അങ്ങനെ ഈ അടുത്ത കാലത്ത് വന്ന ഒളിമ്പിക്സ്, നോബൽ പ്രൈസുകൾ, ഓസ്കാർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള സിനിമ പുരസ്കാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിവതും വിടാതിരിക്കുക.
അവിടെ ഒരു പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യത തീരെയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വൺ വേർഡ് ചോദ്യങ്ങൾ പോലെയാണ്. ആ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക, അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയവർക്ക്, അതായത് കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷകളൊക്കെ എഴുതിയവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരീക്ഷ ഇങ്ങനെയാണ്, ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം, ഇത്ര ടഫ്നെസ് വരും എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. പുതിയതായിട്ട് പരീക്ഷ എഴുതുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ അന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടക്കണം. സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ തന്നെ വെക്കണം. അതിനനുസരിച്ച് സിലബസിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ സിലബസിനനുസരിച്ച് കൃത്യമായി പഠിക്കുക. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇന്ന് അവൈലബിളാണ്, ഫ്രീ ആയിട്ട്. പെയ്ഡ് കോഴ്സസിനെ കുറിച്ചല്ല പറയുന്നത്, ഫ്രീ ആയിട്ട് ആസ്ത അക്കാഡമിയെ പോലെയുള്ള യൂട്യൂബ് ചാനൽസ് ഇന്ന് അവൈലബിളാണ്. അതിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ക്ലാസ്സുകൾ കിട്ടുന്ന ചാനലുകൾ കാണുക. ഇതെല്ലാം അവസാനം ഒന്നിച്ച് കാണാം എന്ന് വെച്ച് മാറ്റി വയ്ക്കരുത്. മാത്രമല്ല, PSC പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കണ്ട് അത് വിട്ട് അടുത്ത ഏരിയയ്ക്ക് പിടിച്ച് അങ്ങനെ നിൽക്കരുത്. ഓരോ ഏരിയകളായി കൃത്യമായി പഠിച്ച് ഒരു ഓർഡറിൽ തന്നെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വ്യക്തമായിട്ടൊരു സിലബസ് ഉണ്ട്. സിലബസിനുള്ളിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. പിന്നെ പരീക്ഷ ചിലപ്പോൾ 2, 3, 4 ഘട്ടമൊക്കെ ആയിട്ടാണ് നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ എളുപ്പമായിരുന്നു, മറ്റേ ഘട്ടത്തിൽ വിഷമമുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാർക്ക് സമീകരണം വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ഒരു ഘട്ടത്തിൽ വളരെ എളുപ്പമായിരുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്തോറും കുറച്ച് എളുപ്പമാവാൻ തുടങ്ങി. അപ്പോൾ മാർക്ക് സമീകരണം കൂടുതൽ നടക്കും. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കുറേ പേർ ആദ്യം തന്നെ പുറത്തായി. അപ്പോൾ മാർക്ക് സമീകരണമുണ്ട്, PSC കൃത്യമായ ഫോർമുലയുണ്ട്. പക്ഷേ അതുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് കാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാതിരിക്കുന്നതാണ് പൊതുവേ നല്ലത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു 3, 4 മാർക്കുകൾ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. പിന്നെ പരീക്ഷാ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ അപേക്ഷകർ കുറവാണ്. പണ്ടൊക്കെ അപേക്ഷിച്ചിരുന്ന അത്രയും ആളുകൾ ഇപ്പോൾ അപേക്ഷിക്കുന്നില്ല. തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിച്ചതാണെങ്കിൽ പോലും അപേക്ഷകർ കുറയുകയാണ്. കാരണം ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കോമ്പറ്റീഷനും വല്ലാതെ കൂടും. കാരണം വെറുതെ വന്ന് പരീക്ഷ എഴുതുന്നവരല്ല ഇപ്പോൾ വരുന്നത്, കൃത്യമായി പഠിച്ച് പ്ലാൻ ചെയ്ത് വിജയിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് തന്നെ വരുന്ന ആളുകളാണ്. അപ്പോൾ കോമ്പറ്റീഷനും സാധാരണത്തേക്കാൾ കൂടാനാണ് സാധ്യത, അല്ലെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നതും. പിന്നെ ഇത്രയും നേരം പറഞ്ഞത് 10th പ്രിലിംസിനെ കുറിച്ചാണ്. പുതിയ തസ്തികകൾ അപേക്ഷിക്കാൻ വരുന്നുണ്ട്, ഡിഗ്രിയൊക്കെ വരുന്നത്. ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയുടെ ഒരു അസിസ്റ്റൻറ്റുകൾ കഴിഞ്ഞു, ഇനിയും ഒരു അസിസ്റ്റൻ്റ് തസ്തികകൾ വരുന്നുണ്ട് KSCB, KSFE ബോർഡുകളിലേക്കുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ തസ്തികകളും ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഡിഗ്രി, +2 ഒക്കെ യോഗ്യത വരുന്നത്. ഈ 10th പ്രിലിംസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 3 മാസം കഴിഞ്ഞാൽ അടുത്ത +2 പ്രിലിംസ് വരും, പിന്നെ ഡിഗ്രി പ്രിലിംസ് വരും. അപ്പോൾ അങ്ങനെ അത് പരീക്ഷയുടെ നിലവാരവും കൂടും. 10th പ്രിലിംസിൻ്റെ അതുപോലെ ആയിരിക്കില്ല +2 പ്രിലിംസ്, കുറച്ചും കൂടി നിലവാരം കൂടും. അതിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന നിലവാരമാണ് ഡിഗ്രി പ്രിലിംസ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസോ അല്ലെങ്കിൽ +2 പ്രിലിംസൊക്കെ ആഗ്രഹിക്കുന്നവർ ആദ്യം 10th പ്രിലിംസിനുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു അടിത്തറയുണ്ടാക്കുക. അത് കഴിഞ്ഞ് അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ +2 പ്രിലിംസ് എഴുതാനുള്ളവർ അത് എഴുതുക, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എഴുതാനുള്ളവർ അത് എഴുതുക. അപ്പോൾ കുറച്ചും കൂടി ടൈം നമുക്ക് കിട്ടും. നമ്മളിത് കഴിഞ്ഞ് ഇതിൻ്റെ മെയിൻ പരീക്ഷയും കൂടി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം കിട്ടും, കൃത്യമായിട്ടുള്ളൊരു പഠന രീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ചാനൽ വഴി ചെറിയ ക്ലാസ്സുകൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലിങ്ക്ഡ് ആൻസർ അല്ലെങ്കിൽ അതുപോലെ റിവിഷൻ ക്ലാസ്സസാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ശരിക്ക് എല്ലാ ടോപ്പിക്കിലും കുറച്ചും കൂടി നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനൊരു കോളേജ് അധ്യാപകനാണ്, ഒരു ട്രെയിനറാണ്, ചെറിയൊരു ബിസിനസ്മാനാണ്. അത് കഴിഞ്ഞ് സാധാരണ എല്ലാവരെയും പോലെയുള്ള കുടുംബ കാര്യങ്ങളിലേക്ക് സമയം ചിലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ കഴിയുന്നില്ല. പക്ഷേ കുറച്ചും കൂടി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇതുപോലെ ലിങ്ക്ഡ് ആൻസേഴ്സായിട്ടും
റിവിഷൻ ക്ലാസ്സസ് ആയിട്ടും കുറച്ചും കൂടി ക്ലാസ്സസ് ഈ ചാനൽ വഴി തന്നെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുമാത്രം നോക്കി വിജയിക്കും അല്ലെങ്കിൽ അതുമാത്രം പഠിച്ചിരിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ആരും കയ്യിൽ വയ്ക്കരുത്. അതിനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം പഠിക്കാനിരിക്കുന്നവർ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയാണ്. ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ച് തന്നെ വേണം നമ്മുടെ ഓരോ പഠനവും, അല്ലെങ്കിൽ പഠിക്കുന്ന പഠന ശൈലികൾ നമ്മളെങ്ങനെ പഠിക്കണമെന്നുള്ളത് ആ ഒരു ലക്ഷ്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.